സഹോദരരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വിശുദ്ധ കുർബാനയുടെ രണ്ടാം ഭാഗം നമുക്കിന്ന് ധ്യാനിക്കാം. ആദ്യ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ആദത്തോടും ഹവ്വായോടും ഒരു വൃക്ഷത്തിലെ ഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചു. ആ കൽപ്പന അവർ ധിക്കരിച്ച് ആ പഴം തിന്ന് പാപം ചെയ്തു. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ മനുഷ്യമക്കൾക്ക് പാപപരിഹാരം കിട്ടണമെങ്കിൽ തൻ്റെ ശരീരം ഭക്ഷിക്കണമെന്ന് പറഞ്ഞു വിശുദ്ധ കുർബാനയായി മാറി. ഇത് ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നാം സ്വതന്ത്രരായി ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപം, ശാപം തുടങ്ങിയവ നമ്മെ വേട്ടയാടുന്നില്ല. തിരുസഭയിലൂടെ നമുക്ക് കിട്ടിയ വജ്രായുധമാണ് വിശുദ്ധ കുർബാന. പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളിൽ ഇന്നുള്ളത് 2 ഗോത്രങ്ങൾ മാത്രം. യൂദ, ബെഞ്ചമിൻ ഗോത്രങ്ങളാണവ. മറ്റുള്ളത് ഇല്ലാതാകാനുള്ള കാരണം ആരാധനക്രമത്തിലുള്ള പിഴവാണ്. ഏറ്റവും പ്രധാന ആരാധന വിശുദ്ധ കുർബാന തന്നെയാണ്. ഈ വിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം നടത്തിയില്ലെങ്കിൽ ആ ദേശം തന്നെ നശിച്ചു പോകും. മറ്റു ഗോത്രങ്ങൾക്ക് സംഭവിച്ചത് നാളെ നമുക്കും സംഭവിക്കാം, അല്ല സംഭവിക്കുക തന്നെ ചെയ്യും. ഈശോയെ ഇസ്രായേലിന് സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ വിശുദ്ധ അമ്മ ത്രേസ്യ ഈശോയോട് ചോദിച്ചു, ഈശോയെ എങ്ങനെയാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കേണ്ടത്? ഒരു വിശുദ്ധ കുർബാനയിൽ പോയി പങ്കുചേരുക എന്നതായിരുന്നു ഈശോയുടെ മറുപടി. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും മാമോദീസായിൽ നാം പിടിച്ച തിരി കത്തുന്നുണ്ടോ എന്നും അന്ന് നമുക്ക് ലഭിച്ച വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ടോ എന്നും ആത്മശോധന ചെയ്യണം. വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്ന ഈശോയുടെ സമ്പൂർണ്ണ സജീവ സാന്നിധ്യമാണുള്ളത്. മറ്റുള്ളിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമേയുള്ളൂ. നമ്മിലും വിശുദ്ധ കുർബാനയിലും ത്രിത്വമുണ്ട്. നമ്മിൽ സമ്പൂർണ്ണ സജീവ സാന്നിധ്യമില്ല, എന്നാൽ വിശുദ്ധ കുർബാനയിൽ സമ്പൂർണ്ണ സജീവ സാന്നിധ്യമുണ്ട്. നാം ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ത്രിത്വം പരിശുദ്ധ കുർബാനയിലെ ത്രിത്വവുമായി ആത്മന ബന്ധപ്പെടും. ഈ ദിവ്യകാരുണ്യ ത്രിത്വൈക ആത്മബന്ധം, ഈ വിശുദ്ധ കുർബാന അനുഭവം ഇത് കിട്ടണമെങ്കിൽ ദേവാലയത്തിനുള്ളിലായിരിക്കണം, ദിവ്യകാരുണ്യ സന്നിധിയിൽ അടയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മിലേക്ക് കൃപ ഒഴുകി വരികയുള്ളൂ. ഒരു ശക്തിക്കും അവരെ തകർക്കുവാൻ സാധിക്കില്ല. ദിവ്യകാരുണ്യ ഈശോ തൻ്റെ സ്നേഹത്താൽ നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നു. ഇതിന് ദിവ്യകാരുണ്യ കൗദാശിക സ്നേഹം എന്ന് പറയുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മിലേക്ക് വർഷിക്കുന്ന കൃപാദാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1. ദിവ്യകാരുണ്യം പാപമോചനം തരുന്ന കൗദാശിക സ്നേഹമാണ്. ഈശോയെ സ്നേഹിക്കാനും പാപം ഉപേക്ഷിക്കാനുമുള്ള കൃപ ലഭിക്കുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷം 7:47 ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. 2. ദിവ്യകാരുണ്യം സൗഖ്യത്തിൻ്റെ കൃപ തരുന്ന കൗദാശിക സ്നേഹമാണ്. വിശുദ്ധ മത്തായി 8:2-3 വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും. 3. ദിവ്യകാരുണ്യം ജ്ഞാനത്തിൻ്റെ കൃപ നൽകുന്ന കൗദാശിക സ്നേഹമാണ്. ജ്ഞാനം 9:6 നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. 4. ആശ്വാസത്തിൻ്റെ കൃപ പകർന്നു തരുന്ന കൗദാശിക സ്നേഹമാണ്. വിശുദ്ധ മത്തായി 11:28 കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 5. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന കൗദാശിക സ്നേഹമാണ്. റോമ 12:2 ഇത് ഗ്രഹിക്കാം. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയോട് ഒന്നായി ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപകളാണ് നാം ഇപ്പോൾ കേട്ടത്. മക്കളെ, വിശുദ്ധ കുർബാനയെ നിസ്സാരമായി കാണല്ലേ. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം യേശു ശിഷ്യന്മാരോട് പറയുന്നു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അതുപോലെ ഈ വിശുദ്ധ കുർബാന എന്ന ബലി നമ്മോടൊപ്പം അർപ്പിക്കാൻ എൻ്റെ ഈശോ എൻ്റെ പേര് അല്ല നിൻ്റെ പേര് ചൊല്ലി വിളിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എത്രമേൽ ആഗ്രഹിക്കുന്നു മോനെ നിൻ്റെ കൂടെ ഈ ബലി അർപ്പിക്കുവാൻ. എൻ്റെ ഈശോയെ, പാപിയായ എൻ്റെ മേലുള്ള കരുണ എത്രയോ വലുത്. ഈശോ തൻ്റെ ശരീരം ഭക്ഷിക്കാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈ ശക്തി, ഈ കൃപ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായി ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് വിശുദ്ധ കുർബാന അനുഭവമായി മാറുന്നത്. നമ്മുടെ കണ്ണ് തുറക്കുവാനുള്ള മരുന്നാണ് വിശുദ്ധ കുർബാന. അവശരെ കാണുമ്പോൾ അവരിൽ ഉദ്ധിതനായ ഈശോയെ കാണുവാൻ കണ്ണു തുറക്കണം. കാൽ കഴുകുന്ന ശുശ്രൂഷയുടെ മനോഭാവം സ്വന്തമാക്കുന്നവർ ആണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ. നമുക്ക് കിട്ടിയ രക്ഷയെയും പിതാവ് നമുക്കായി തന്ന സ്വന്തം പുത്രനെയും ഓർത്താൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാതിരിക്കുവാൻ സാധിക്കില്ല. നമുക്ക് എപ്പോഴും നന്ദി പറഞ്ഞ് അവിടുത്തെ സ്തുതിക്കാം. നമുക്കറിയാമല്ലോ, എല്ലാ പാപവും ജഡത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ പാപിയായ ഒരു മനുഷ്യന് പാപത്തിന് പരിഹാരം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ജഡത്തിന് മാത്രമേ ജഡത്തിൽ നിന്ന് വരുന്ന പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചത്. അവിടുന്ന് ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വത്സല മണവാട്ടിയായ സഭയ്ക്ക് ദൃശ്യമായി ഒരു ബലി സ്ഥാപിച്ചു. അതിലൂടെ താൻ ഒരിക്കൽ പൂർത്തിയാക്കുന്ന രക്തം ചിന്തിയുള്ള ബലി പുനരവതരിപ്പിക്കപ്പെടും. അതിൻ്റെ സ്മരണ ലോകാവസാനം വരെ നിലനിൽക്കും. അതിൻ്റെ രക്ഷാകര ഫലങ്ങൾ നാം നിത്യം ചെയ്യുന്ന പാപങ്ങളുടെ പൊറുതിക്കായി പ്രയോജനപ്പെടും. നിത്യവും വിശുദ്ധ കുർബാനയിൽ പങ്കാളികളായാൽ പാപപ്പൊറുതി ലഭിച്ചിരിക്കും. തീർച്ച. ദൈവത്തിന് സ്തുതി. ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒന്നാണ് സുവിശേഷ പ്രഘോഷണം.
അതിനാൽ നമുക്കിത് ഷെയർ ചെയ്യാം. താങ്ക് യു.